കൊണ്ടു നടക്കാനായിട്ട് മെയിൻ്റനൻസ് നടത്താനൊക്കെ ഏറ്റവും ലാഭമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ചാർജ് കുറവുള്ള വണ്ടി അത് നിങ്ങൾക്ക് അറിയാമോ? അതായത് കോമ്പാക്ട് SUV-യിൽ വരുന്ന കിയയുടെ സോനറ്റ് ആണ് ആ വണ്ടി എന്നാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു പഠന റിപ്പോർട്ടിൽ നിന്ന് വെളിയിൽ വന്നിരിക്കുന്നത്. അതായത് മൈക്രോ SUV ഒക്കെ വരുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ ഈ പഞ്ചും എക്സ്ട്രാ ഒക്കെ വരുന്നതിന് മുമ്പ് എല്ലാവരും കൂടുതലായിട്ട് നോക്കിയിരുന്നു കോമ്പാക്ട് SUV-കളിലായിരുന്നു. അതായത് ടാറ്റയുടെ നെക്സണും മാരുതിയുടെ ബ്രസയും ഹുണ്ടയുടെ വെന്യൂം അങ്ങനെയുള്ള ക്രെറ്റയും പോലെയുള്ള കാറുകളായിരുന്നു എല്ലാവരും നോക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് ഏറ്റവും ഫീച്ചറുകളോടുകൂടി വന്ന ഒരു വണ്ടിയാണ് കിയയുടെ സോനറ്റ്. ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്ന മൈക്രോ SUV ആയിട്ടുള്ള നമ്മുടെ പഞ്ചും അതുപോലെ എക്സ്റ്റർ പോലെയുള്ള വണ്ടികൾ വന്നിട്ടുണ്ടെങ്കിലും കോമ്പാക്ട് SUV-കളുടെ ഒന്നും സെയിലിൽ ഒരു കുറവും വന്നിട്ടില്ല കേട്ടോ. അതായത് നെക്സണൊക്കെ സെയിലിൽ അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നവംബറിനെ കഴിഞ്ഞും ഇത്തവണ ഈ നവംബറിലെ റേറ്റ് അല്ലെങ്കിൽ സെയിൽ കുറവാണെങ്കിലും മാർക്കറ്റിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സുമായിട്ട് വന്ന ഒരു വണ്ടിയായിരുന്നു ഈ സോനറ്റ് എന്ന് പറയുന്നത്. പക്ഷെ സോനറ്റിന്റെ വന്ന സമയത്ത് ഫീച്ചേഴ്സ് കൂടുതലാണെങ്കിലും എതിരാളികളായിട്ടുള്ള നെക്സണൊക്കെ ഫേസ് ലിഫ്റ്റ് നടത്തി പുതിയ ഫീച്ചറുകളും ഫുള്ളി ലോഡഡ് ഫീച്ചറുകളൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് സോനറ്റിന്റെ സെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടോ. അപ്പൊ എന്തായാലും അതിനെയൊക്കെ മറികടക്കാനായിട്ട് സോനറ്റ് ഇപ്പൊ 2024 പുതിയ സോനറ്റുമായിട്ട് കിയ വരുന്നുണ്ട്. നാളെ അതിന്റെ ലോഞ്ച് ആകട്ടോ. നാളെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ സോനറ്റിന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ലോഞ്ച് നടക്കുന്നതിന് ഒരു അൺവെയിൽ ചെയ്യുന്നുണ്ടാവുള്ളൂ. ലോഞ്ച് ജനുവരിയിലൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആവുള്ളൂ. അപ്പൊ അതിന്റെ വീഡിയോ എന്തായാലും നമ്മൾ നാളെ ഇടുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് നാളെ വൈകുന്നേരം ഈ സമയത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോനറ്റ് ഇറങ്ങിയ സമയത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്രോൾ, ഡീസൽ, ടർബോ എഞ്ചിനുകളും അതുപോലെ തന്നെ മാനുവലായിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടും അത് IMT, DCT ഗിയർ ബോക്സുകളും അങ്ങനെ കുറേയേറെ ഓപ്ഷനുകളും ഫീച്ചേഴ്സുകളും വൈവിധ്യങ്ങളും നിറച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേയേറെ ഡിസൈനിന്റെ കാര്യത്തിലും ഒത്തിരി അതുപോലെ ടെയിൽ ലാമ്പ്, LED ടെയിൽ ലാമ്പുകൾ, ആ ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പുകളൊക്കെ ആദ്യം വന്നത് സോനറ്റിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒത്തിരിയേറെ ഫീച്ചേഴ്സുകളുമായിട്ട് പുതുമയായ മാർക്കറ്റിൽ ആദ്യം വന്നത് ഈ സോനറ്റ് തന്നെയായിരുന്നു. അപ്പൊ ഈ സോനറ്റിന്റെ ഒരു വരവോടുകൂടിയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നെക്സൺ പോലെയുള്ള അല്ലെങ്കിൽ പുതിയ ഇറങ്ങുന്ന വണ്ടികളിലെ എല്ലാത്തിലും ഈ ഫീച്ചറുകളും അതുപോലെയുള്ള LED ലൈറ്റുകളുടെ കാര്യങ്ങളും അതുപോലെ മ്യൂസിക് സിസ്റ്റത്തിന്റെ കാര്യത്തിലും ഒക്കെ ഒരു പുതുമ കൊണ്ടുവരാൻ അല്ലെങ്കിൽ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാനും മറ്റ് കമ്പനികൾ നിർബന്ധിതമായത് കിയയുടെയും അതുപോലെ ഹ്യുണ്ടയുടെയും പോലെയുള്ള വണ്ടികൾ കൂടുതൽ ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നുണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഇതൊന്നുമല്ല, ഏറ്റവും മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മെയിൻ്റനൻസ് കോസ്റ്റ് കുറവുള്ള ലാഭകരമായിട്ടുള്ള കോമ്പാക്ട് SUV ഏതാണെന്നുള്ളൊരു ന്യൂസാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നിരിക്കുന്നത്. അതിനിടെ കോമ്പാക്ട് SUV സെഗ്മെന്റിന്റെ ഏറ്റവും കുറഞ്ഞ മെയിൻ്റനൻസ് ഉള്ള മോഡലായിട്ട് സോനറ്റിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ഫ്രോസ്റ്റ് ആൻഡ് സുള്ളിവാൻ എന്ന് പറയുന്ന ഗ്രോത്ത് അഡ്വൈസറി കമ്പനി പുറത്തുവിട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അവർ നടത്തിയ ഒരു സ്റ്റഡിയുടെ ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സോനറ്റിനെ അവർ സെലക്ട് ചെയ്തുകൊണ്ട് അതിന്റെ കാരണങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മെയിൻ്റനൻസ് കോസ്റ്റ് കുറവുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് കോമ്പാക്ട് SUV-യുടെ സെഗ്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് മെയിൻ്റനൻസ് കോസ്റ്റ് ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും കുറവ് വരുന്ന സോനറ്റിൽ നിന്നാണ് അവരുടെ റിപ്പോർട്ട് പറയുന്നത്. അതുപോലെ വാല്യൂ ഫോർ മണി ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതലുള്ളത് സോനറ്റിനാണ്. പ്രവർത്തന ചിലവ് സെഗ്മെന്റിൽ ഏറ്റവും കുറഞ്ഞതും സോനറ്റ് തന്നെയാണെന്നാണ് ഇവരുടെ റിപ്പോർട്ട് പറയുന്നത്. അതുപോലെ പെട്രോൾ വേരിയന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 16% മെയിൻ്റനൻസ് കോസ്റ്റ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് കുറവ് 16%, മറ്റ് കോമ്പാക്ട് SUV-കൾ സെഗ്മെന്റിലുള്ള താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും മെയിൻ്റനൻസ് 16% കുറവാണ് പെട്രോൾ വേരിയന്റിന് വരുന്നത്. അതുപോലെ ഡീസൽ വേരിയന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 14% മെയിൻ്റനൻസ് ആണ് അവർക്ക് കുറവ് വരുന്നതെന്ന് അവരുടെ സ്റ്റഡി പറയുന്നത്. അതുപോലെ പെട്രോൾ വേരിയന്റിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ 7% മറ്റു വാഹനങ്ങളെ അല്ലെങ്കിൽ സെഗ്മെന്റിലുള്ള മറ്റ് കോമ്പാക്ട് SUV-കൾ വെച്ച് നോക്കുമ്പോൾ 7% മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നുണ്ട് പെട്രോൾ വേരിയന്റ് ആയ സോനറ്റിന്. അതുപോലെ ഡീസൽ വേരിയന്റ് വരുമ്പോഴത്തേക്ക് 23% മെയിൻ്റനൻസ് കോസ്റ്റ് സോനറ്റിനാണ് കുറവെന്നാണ് ഇവരുടെ റിപ്പോർട്ട് പറയുന്നത്. ഈ ഗ്രോത്ത് അഡ്വൈസറി കമ്പനിയായ ഫ്രോസ്റ്റ് ആൻഡ് സുള്ളിവാൻ എന്ന് പറയുന്ന കമ്പനി പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ അവർ നടത്തിയ സ്റ്റഡി ബാക്കിയുള്ള 3-4 SUV-യുമായിട്ട് അല്ലെങ്കിൽ കോമ്പാക്ട് SUV-യുമായി സെഗ്മെന്റിലുള്ള സെയിം വണ്ടികളുമായി കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ വന്ന സ്റ്റഡിയുടെ റിപ്പോർട്ടുകളാണ് കേട്ടോ ഇതെല്ലാം. അവർ പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഇതെല്ലാം കൂടെ ഒത്തിണങ്ങി നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് 28% ലാഭകരമാണ് മറ്റു കോമ്പാക്ട് SUV-കളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിയയുടെ സോനറ്റ് എന്നാണ് അവരുടെ റിപ്പോർട്ട്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ മെയിൻ്റനൻസ് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാനായിട്ട് ഏറ്റവും ലാഭകരമായിട്ടുള്ള വെഹിക്കിളായിട്ട് അല്ലെങ്കിൽ കോമ്പാക്ട് SUV ആയിട്ട് സോനറ്റിനെ അവർ തിരഞ്ഞെടുക്കാനുള്ള കാരണം കേട്ടോ. അതുപോലെ വർഷത്തിൽ ആവറേജ് ഒരു 10,000 കിലോമീറ്റർ ഓടുന്നത് നോക്കിക്കഴിഞ്ഞാൽ സോനറ്റ് എതിരാളികളെ കഴിഞ്ഞാൽ ഏതാണ്ട് 6% പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കാറാണെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇത് ഡീസൽ വേരിയന്റിനാണ് കേട്ടോ. പക്ഷെ പെട്രോൾ വേരിയന്റ് നോക്കുമ്പോഴത്തേക്കും അത്ര ലാഭകരമല്ല എന്നും അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്രോൾ വേരിയന്റിന് അവർ 3ാം സ്ഥാനമായിട്ടോ കൊടുത്തിരിക്കുന്നത്. എന്തായാലും വരാനിരിക്കുന്ന പുതിയ സോനറ്റ് ഈ പഠനങ്ങളൊക്കെ അവർക്ക് മാർക്കറ്റ് വാല്യൂ കൂട്ടാനായിട്ട് ഉപയോഗിക്കുമെന്ന് കരുതാം. നാളെ ഡിസംബർ 14 ഉച്ചയ്ക്ക് 12 മണിക്ക് എന്തായാലും എൻ്റെ പുതിയ സോനറ്റിന്റെ 2024 മോഡൽ അൺവെയിൽ ആവാൻ പോവുകയാണ് കേട്ടോ. പുതിയ സോനറ്റിൽ വരുമ്പോഴത്തേക്കും ഫീച്ചേഴ്സിൽ ഓർഡർ ആയിട്ടായിരിക്കും വരുന്നത്. വെഹിക്കിളിന് മാറ്റങ്ങളൊന്നുമില്ല, കൂടുതൽ ഫീച്ചേഴ്സിലേക്ക് പോകുന്നുണ്ട്. 360 ക്യാമറയും അതുപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവർ സീറ്റുകളും 10.4 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീനും അഡാസ് ഫീച്ചർ വരുന്നുണ്ട്. ലെവൽ 1 ആണ് വരുന്നത്, ലെവൽ 2 ഒന്നുമല്ല. അഡാസ് ഫീച്ചർ എന്തായാലും ആഡ് ചെയ്ത് വരുന്നുണ്ട് അതിൻ്റെ കൂടെ.
6 എയർ ബാഗ്സ് വരുന്നുണ്ടെന്നൊക്കെയാണ് ഇവരുടെ പുറത്തു വന്നിരിക്കുന്ന ന്യൂസുകൾ പറയുന്നത്. ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വയർലെസ് ചാർജിങ്ങും സൺറൂഫ് ഒക്കെ പഴയ വണ്ടിയിൽ ഉണ്ടായിരുന്നു. ട്രാക്ഷൻ കൺട്രോൾ ഉണ്ടെങ്കിലും നമുക്ക് ഓഫ് റോഡ് ഒന്നും ഓടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഓഫ് റോഡ് ബൈക്കിലൊന്നും അല്ല കോമ്പാക്ട് SUV എന്ന് പറയുന്നുണ്ടെങ്കിലും. അതുപോലെ സ്പോർട്ടി ആയിട്ടുള്ള ക്രിസ്റ്റൽ അലോയ് വീൽസ് ഒക്കെ വരുന്നുണ്ട്. 1.2 ലിറ്ററിന്റെ എഞ്ചിനും 1 ലിറ്ററിന്റെ ടർബോ പെട്രോൾ എഞ്ചിനും ഒക്കെ ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നത് കേട്ടോ. അതുപോലെ ലൈറ്റിന്റെ കാര്യത്തിൽ എല്ലാ LED ലാമ്പുകളും ഇൻക്ലൂഡിങ് പ്രോഗ്രാമുകൾ അടക്കം LED ലാമ്പുകളായിരിക്കും വരാൻ പോകുന്ന വണ്ടിയിൽ എന്തായാലും വരുന്നത്. പഴയ ഹാലജൻ ലാമ്പുകളൊക്കെ റീപ്ലേസ് ആവും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ നാളെ വരാനിരിക്കുന്ന സോനറ്റിന്റെ ചെറിയൊരു ഡീറ്റെയിൽ ആണിത്. പിന്നെ ഇവർ സെലക്ട് ചെയ്ത ഈ ഒരു റിപ്പോർട്ട് എന്തായാലും നാളത്തെ സോനറ്റിന്റെ ലോഞ്ചിനും അതുപോലെ മാർക്കറ്റിനും എന്തായാലും ഒരു ഹൈക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ചാനലിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.